ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറിയും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അതിനെന്താ ഞാൻ കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക സവോള, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഒക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് എണ്ണ ചൂടായിട്ട് എണ്ണയിൽ ഞാൻ കടുകൊന്നും ഇടില്ല. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം സവോള അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിതാ ഇവിടെ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ എപ്പോഴും നല്ല തിളച്ച വെള്ളത്തിലേക്ക് മാവിട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ എന്താ പറയുക പത്തിരിക്കൊക്കെ മാവ് കുഴക്കണ പോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചപ്പാത്തി നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കുന്ന സമയത്ത് പോലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ആയിട്ടിരിക്കുക. അതുപോലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ, ചിലർ ചപ്പാത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യലില്ല കേട്ടോ. അപ്പോൾ എണ്ണ ഇല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. നല്ല സോഫ്റ്റാണ് ഈ ചപ്പാത്തി. നമുക്ക് വെറുതെ അങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറിക്കുള്ള ഓരോന്നവിടെ വഴറ്റാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ അവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചവിടെ മാറ്റി വെച്ച് അപ്പോഴത്തേക്കും നമ്മൾ സവോളയൊക്കെ ഒന്നും കൂടി വഴറ്റി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ വീണ്ടും നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഞാനിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ടുള്ളതല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടൊരു ഗ്ലാസ്സിലേക്ക് അങ്ങനെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ചൊരു സമയമാണല്ലോ അല്ലേ. എല്ലാം കൂടി അതും ഇതും എല്ലാം കൂടി ആകുമ്പോൾ ഒന്ന് തന്നെ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് അപ്പുറത്ത് വേറെ ഓരോ പരിപാടികളും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. കമൻറ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഇടുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ചിക്കൻ മസാല എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മല്ലിപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. പിന്നെ വലിയ ജീരകം അത് പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് മുളക് പൊടി കുറച്ചെണ്ണേ ചേർക്കണുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി ഇറക്കി വയ്ക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഗ്രേവി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തത്ത മുട്ട കഴിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ കഴിക്കും. അങ്ങനെയാണ്. മുട്ടേനോട് തന്നെ പ്രിയമുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി ആക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട ഞാൻ നേരത്തെ തന്നെ ഒരു 3 മുട്ടയൊക്കെ എടുത്തിട്ട് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ വഴറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുട്ട, പുഴുങ്ങിയ മുട്ടയും ചേർത്തു. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്താ പറയുക തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ച് തേങ്ങാപ്പാലും കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട്, പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ അധികം നേരം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കാരണം ഈ മസാലകളെല്ലാം തേങ്ങാപ്പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചൂടാക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ചെയ്യുന്നത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി പരിപാടിയാണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ കടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എപ്പോഴും ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് കറി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതാണ് ഞാൻ ചെയ്ത് വെക്കൽ കേട്ടോ. കറി ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ പതിയെ അങ്ങനെ ചെയ്യാൻ മതി. അപ്പോൾ നമ്മൾ മാവൊക്കെ അവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പറക്കിയെടുക്കട്ടെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞു തരട്ടെ. അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ പരത്തുന്ന സമയത്ത് നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഉപയോഗിക്കുമല്ലോ. ആ പൊടി നമ്മൾ ഗോതമ്പ് പൊടി അല്ലാണ്ട് കുറച്ച് മൈദപ്പൊടിയാണ് എടുക്കണമെങ്കിൽ കുറച്ച് മതി. അതായത് ഒരുപാട് പൊടി ആ മാവിൽ നമ്മൾ പരത്തുന്നതിൽ പിടിക്കുകയല്ല,
പെട്ടെന്ന് തന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെള്ളമൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ കുറച്ച് വെള്ളം കൂടി കഴിഞ്ഞാലും നമ്മൾ ആ മൈദപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നല്ല വലുതായി തന്നെ ചപ്പാത്തി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇതിന്ന് വൈകുന്നേരത്തെ ഒരു സ്നാക്സാണ് ഉണ്ടാക്കണത് കേട്ടോ. ആ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്നത്തെയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കണത്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് ഒരു കുഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മക്കൾ ഇവിടെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ 7 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അവർക്ക് എന്തെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കൊക്കവട പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആണല്ലോ ഗോതമ്പ് പൊടി. ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു, അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുത്തു, കുറച്ച് ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചതാണ് അതും കൂടെ. പിന്നെ ചേർക്കണത് നമ്മൾ സവോള ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി വേണ്ടത് കായപ്പൊടിയാണ്, ഒരു നുള്ളു കായപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കുറച്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. എരിവ് വേണ്ട, പകരം കാശ്മീരി ചില്ലി കുറച്ചുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊക്കവട ഉണ്ടാക്കണ സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിലേക്ക് കായപ്പൊടി മല്ലിയിലൊക്കെ ചേരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവർ തോന്നും. അപ്പോൾ ഇത് നമ്മളങ്ങനെ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ ഓൾറെഡി രാവിലെ അതങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാവൊക്കെ ഒന്ന് ഇതായതിനു ശേഷം ഉണ്ടാക്കണം, അങ്ങനെ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് ഇവിടെ ടൊമാറ്റോ സോസ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് മക്കളതിങ്ങനെ കഴിച്ചത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചായയോട് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ നല്ല ചൂടായിരുന്നു അന്ന്, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് വെള്ളം കലക്കിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തിടാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒന്നുമില്ല, വെള്ളം ഫ്രിഡ്ജിലുണ്ടായിരുന്നില്ല, ഐസ് ക്യൂബ് ഒന്നുമില്ല. പിന്നെ അവർക്ക് കുറച്ച് നേരം 2-3 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ ആ വെള്ളം കലക്കിയത് അങ്ങനെ എടുത്ത് വെച്ചിട്ട്, വലിയ തണുപ്പൊന്നുമില്ല, കുറഞ്ഞ തണുപ്പില്ല, അങ്ങനെ കുട്ടികൾക്ക് വെള്ളം കലക്കിയതും ഈ ഒരു കൊക്കവടയും കൂടെയാണ് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നമ്മളെ പാലപ്പച്ചട്ടി ഉണ്ടല്ലോ അതിലാണ് ഇതുണ്ടാക്കി വെക്കണത്. അതാകുമ്പോൾ വല്ലാണ്ട് ആ എണ്ണ ഇങ്ങനെ കുടിച്ചെടുക്കുമല്ല ആ ഒരു പാത്രത്തിലാവുമ്പോൾ ഉണ്ടാക്കുമ്പോഴേ. പിന്നെ ചെറിയൊരു കുഴിയുണ്ടല്ലോ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിന്. അപ്പോൾ ആ വെള്ളമൊക്കെ അവിടെ കലക്കി വെച്ചു. അപ്പോൾ ഞാൻ മക്കൾക്ക് ഇത് പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ച് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും കൂടെ നിൽക്കുമ്പോഴിങ്ങനെ 1-2 കഴിക്കുമ്പോൾ അവർ ടേസ്റ്റായി തോന്നുമല്ലോ. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സോസിൻ്റെ കൂടെ അല്ലാതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു കായപ്പൊടിയുടെ മല്ലിയിലേൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും മക്കൾക്ക് കൊടുക്കും മുമ്പ് സോസിലൊന്ന് മുക്കിയിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് മക്കൾക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കഴിയുന്ന പരമാവധി ഞങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നിങ്ങളെ ഫ്രീ ടൈമോ ഒക്കെ കിട്ടുന്ന പോലെ ഒന്ന് കാണണം. കണ്ടു പോകുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ കമൻറ്റ് എന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ തത്തയും വന്നിട്ടൊന്ന് നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചമ്മ അതിനകത്ത് എന്താ വേറെ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടോ അമ്മ എന്ന് ചോദിച്ചു. അവൾ വിചാരിച്ചത് വേറെ എന്തോ ആണ് ഉണ്ടാക്കിയത്. നമ്മൾ നല്ലടി ഒരു കൊക്കവട പോലെയെന്ന്. അപ്പോൾ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടാവുമൊന്നുമില്ലത്, ഇതിൻ്റെ കൂടെ മയോണൈസ് വേണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും, ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവർ മയോണൈസിൻ്റെ ആളുകളാണ്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ആ ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ചെടുത്ത് സോസൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് വെക്കില്ല. അപ്പോൾ അവർക്ക് ഇത് സംഭവം ഇഷ്ടമായിട്ടുണ്ടെന്നുള്ള അടയാളമാണ് ഇപ്പോൾ വേറൊരു പാത്രത്തിൽ കുറച്ചെടുത്താണ്ടൊക്കെ കഴിച്ച് നോക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ കലക്കിയിട്ടുണ്ട്, മക്കൾക്ക് ഇനി വേണമെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവരവിടെ ഹാളിലാണ് കേട്ടോ. അപ്പോൾ ഇനി കൊണ്ടു കൊടുക്കട്ടെ. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ മോർണിംഗിൽ വിശേഷം കൂടിയാണ് കാണിക്കുന്നത്. രാവിലെ അടുക്കളയിലേക്ക് വന്നു,
ഞാനൊരു അധികം നേരത്തെ എണീക്കൊന്നുമില്ല, 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വേഗം പുറത്ത് നമ്മളെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ കുളിയും കഴിഞ്ഞാലോ അതല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കാനുള്ളൊരു ഇതൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് അതിന് പറ്റൂലല്ലോ അല്ലേ, നമുക്ക് ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് കുറച്ച് മീൻകറിയാണ്, തലേ ദിവസം കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറി ഉണ്ടായിരുന്നു തേങ്ങ അരച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ചൂടാക്കാം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇരിക്കണം തോന്നും, പക്ഷേ അതിനൊന്നും സമയം കിട്ടൂല അല്ലേ. കാരണം 8 മണിയാകുമ്പോഴേ തത്ത പോയിട്ടുണ്ടാവും. കിച്ചുമോളാണെങ്കിൽ 9:30 ആകുമ്പോഴേ പോകുള്ളൂ. പതുക്കെ മതി അവർക്ക്. തത്ത നേരത്തെ പോകണമെങ്കിൽ നമുക്കങ്ങനെ രാവിലെ സ്ലോ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ചോറും കറികളും ചായക്കടിയൊക്കെ ആവുമല്ലോ. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എണീറ്റത് 5:30 എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിയണല്ലോ, കൂടെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കും 6:15 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേഗം ഫാസ്റ്റായിട്ട് നോക്കട്ടെ. വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇനി അരി ഒന്ന് കഴുകിയിട്ട് കൊടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ചീയപ്പമാണ് രാവിലത്തെ ചായക്ക് കടി കേട്ടോ. അപ്പോൾ ആ ചീയപ്പത്തിനുള്ള അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം തിളച്ചപ്പോൾ അതിലേക്കും അരിയൊക്കെ ഇട്ടു. പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അരി നമ്മൾ കുറച്ച് നല്ല വെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകിയിട്ട് പിന്നെ തിളച്ച വെള്ളത്തിന് കുറച്ച് വെള്ളം ചൂടുവെള്ളം കൂടെ എടുത്തിട്ട് അങ്ങനെയും കൂടെ ഒന്ന് അരി ഇടുന്ന സമയത്ത് അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പച്ചരിയൊക്കെ ഒന്ന് ചീയപ്പുണ്ടാക്കാനുള്ളതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അപ്പം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണ കാര്യം. രാവിലെ നമുക്ക് പണികൾ എളുപ്പം കുറഞ്ഞു കിട്ടുന്നൊരു ഇതാണ്. കാരണം പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കാൻ കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് രാത്രി വെള്ളത്തിയിട്ട് വെച്ച് രാവിലെ ഒന്ന് അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം എന്നാൽ ചീയപ്പാണ്. അപ്പത്തേക്ക് കറി ഞാൻ പറഞ്ഞല്ലോ മീനുണ്ട്, ആ മീൻ കറിയും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മീൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, വറുത്തെടുക്കാനുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ അരിയൊക്കെ ഒന്ന് തിളച്ചപ്പോൾ ഞാനതൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. മീൻ കറി തന്നെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് മാറ്റി വെക്കട്ടെ, എന്നിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് മക്കൾക്ക് കൊടുത്തയക്കണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തത്തയ്ക്ക് കോളിഫ്ലവർ വറുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യണം. പിന്നെ ഒരു ക്യാബേജിൻ്റെ പകുതി ഇരിക്കുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഉള്ളത്. അപ്പോൾ അതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് തോരൻ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ആ മീൻ കറിയുടേതും മീൻ വറുത്തും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഐറ്റം കേട്ടോ. അപ്പോൾ ഞാൻ ഈ അപ്പച്ചട്ടി പുതിയത് വാങ്ങിയത് തന്നെയായിരുന്നു. അതും കഴിഞ്ഞ ദിവസം നമ്മൾ മയക്കിയെടുത്ത ആ ഉണ്ണിയപ്പം ചട്ടി മയക്കിയെടുത്തല്ലോ, അതേപോലെ മയക്കിയിട്ടു. വൈകുന്നേരത്താണ് ഞാൻ കൊണ്ടുവന്നിരുന്നത് ഈ ചട്ടി കേട്ടോ. പിന്നെ 240 എങ്ങനെ ആണ് ഇതിൻ്റെ വില. റേറ്റ് കൂടുതലാണോ കുറവാണോ എനിക്കറിയില്ല. 240 അപ്പോൾ എന്തായാലും ഈ ഒരു അപ്പം നമ്മൾ എന്താ പറയുക, ഈ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു അപ്പം ഉണ്ടാക്കാനും പറ്റൂലായിരുന്നു. അപ്പോൾ ഞാനത് ആ ഒരു ചട്ടി വാങ്ങി. പിന്നെ അത് മയക്കിയെടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാണാത്തവർ കേട്ടോ ഉണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. കല്ലുപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. ഉരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സാധാ വിമ്മ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി വെച്ചിട്ട് ഉള്ളൊന്ന് തുടച്ചതിന് ശേഷം കുറച്ച് ഓയിലും തടവിയിട്ടട വെച്ചാൽ മതി. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനങ്ങനെ വൈകുന്നേരം ചെയ്ത് വെച്ചു. രാവിലെ ഞങ്ങൾ ഇത് തന്നെ അപ്പം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അപ്പം ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക, നമ്മൾ ചീയപ്പത്തിൻ്റെ ചട്ടിയൊന്ന് ഞാൻ മയക്കിയെടുത്തത്.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി മയക്കിയത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഉണ്ണിയപ്പച്ചട്ടി മയക്കിയെടുക്കാനായിരുന്നു ബുദ്ധിമുട്ട്. കാരണം ആ കുഴികൾക്കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു ചട്ടി പിന്നെ എളുപ്പമുണ്ടല്ലോ, കുഴിയൊന്നുമില്ല, നിങ്ങൾ ഫ്ലാറ്റായിട്ട് കിടക്കുകയല്ലോ, അപ്പോൾ നമുക്ക് മയക്കിയെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതാ ചീയപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതാ അപ്പൊക്കെ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ വൈകുന്നേരത്ത് മക്കൾക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ കറിയുണ്ട്, മീൻകറി, പിന്നെ മീൻ വറുത്തത്. ഇനിയിപ്പോൾ ഈ ഒരു കോളിഫ്ലവർ വറുത്തെടുക്കണം. പിന്നെ ഇവർക്ക് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? കറിയൊന്നും അല്ല ഇവർക്ക് ഇഷ്ടം. ഇവർക്ക് ബൂസ്റ്റിൻ്റെ കൂടെ അങ്ങനെ ആ ഒരു പൊടി ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 5 രൂപേൻ്റെ ബൂസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും, 2-3 പാക്കറ്റൊക്കെ. അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുറത്ത് കുറച്ച് നേരം വന്നിരുന്നതാണ് കേട്ടോ. നല്ല കാലാവസ്ഥ, രാവിലത്തെ ആ ഒരു എന്താ പറയുക, ഒരു മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ ആ മോർണിംഗ് എന്ന് പറയുന്നത് രാവിലെ അടുക്കളയിൽ അങ്ങോട്ട് തീരുമല്ലേ. അത് രാവിലെ നമ്മൾ അടുക്കളയിലായിരിക്കും. പക്ഷെ ആ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ, പുറത്ത് അങ്ങനെ വന്നിരിക്കാൻ തോന്നും. ഒരു കട്ടൻ ചായയൊക്കെ കയ്യിൽ പിടിച്ചതും കുടിച്ച് അങ്ങനെ കുറച്ച് നേരം വന്നിരിക്കാനാണ് തോന്നുക. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ വന്നിരുന്നു. കാരണം അപ്പം ചൂടലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞെന്നല്ലോ. പിന്നെ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കി കേട്ടോ. ഞാൻ എൻ്റെ അമ്മയിൽ തേങ്ങയൊക്കെ ചതച്ചിട്ട് അങ്ങനെയാണ് ക്യാബേജ് തോരൻ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചു. ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഇതുപോലെ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. തോരനും ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര കഴിഞ്ഞ ദിവസം വൈകുന്നേരം വാങ്ങി വെച്ചതൊക്കെ ഇനി കുപ്പിയിലിട്ട് വെക്കാനുണ്ട്. പിന്നെ മക്കളെ പാത്രത്തിലൊക്കെ ചോറാക്കി ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ 2 ദിവസത്തെ അടുക്കള വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.